കൂടിയിരിക്കുന്ന റോയ്ക്കി പോളസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പ്രിയങ്കരനായിരിക്കുന്ന MLA ദേശീയ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, നമ്മുടെ ഏറ്റവും ആദരണീയനായ പ്രിയപ്പെട്ട ദേവദാസൻ, ബഹുമാനപ്പെട്ട സിംഹാസന്മാരെ, സിസ്റ്റേഴ്സ്, കൂടി വന്നിരിക്കുന്ന സഹോദര വേദിയിലെ ദൈവമക്കളെ, മലങ്കര സുറിയാനി സഭയിൽ അങ്ങോളം ഇങ്ങോളം ആത്മീയമായ പ്രബോധനത്തെ അതിനേക്കാൾ ഉപരിയായി ഈ ലോകത്തിൽ നിമിഷങ്ങൾ കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്നതായ യുവജന പ്രസ്ഥാനങ്ങളെ, യുവജനങ്ങളെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാനായി രൂപീകൃതമായിരിക്കുന്ന ഈ മഹത്തരമായ ഈ സംഘടന നമ്മുടെ ഓരോ കലാലയങ്ങളിലും മറ്റുള്ളവർക്ക് നല്ലൊരു മാതൃകയായി ദൈവത്തിലേക്ക് അടുക്കുവാൻ നല്ലൊരു ദർശനം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പകരുവാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം നാൾക്കുനാൾ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകങ്ങൾ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് യുവജനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ യുവന തലമുറ നാശത്തിന്റെ പടുകുഴിയിലേക്ക് ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എവിടെ നോക്കിയാലും ഇന്ന് മൊബൈലുകളുടെ കൂട്ടത്തിലാണ് എവിടെ നോക്കിയാലും കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു കേട്ടു, ഒരു പ്രിയപ്പെട്ട സഹോദരൻ തന്റെ ഭവനത്തിന്റെ ടെറസിന്റെ മുകളിൽ നിന്നുകൊണ്ട് മൊബൈലിലൂടെ തന്റെ പ്രിയ കാമുകിക്ക് ഫോൺ ചെയ്ത് നടന്ന് ഒരു സുപ്രഭാതത്തിൽ നിലംപരിശായത് പത്രമാധ്യമങ്ങളുടെ വായിച്ചു കേട്ടതാണ്. എന്നാൽ യുവതലമുറയിൽ മാത്രമല്ല, ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ അച്ഛനെ സംഭവിച്ചിരുന്നത് തന്നെ. ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ മറ്റൊരു ഫോൺ വന്ന് അച്ഛൻ ഫോൺ ടിവിയിൽ വെച്ച് നടന്നുപോയതാണ്. ഒരു വേശുവിലേക്ക് എന്ന് പെട്ടു. ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഇന്ന് യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ഏറ്റവും വലിയൊരു മാർഗമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. എന്നാൽ ഇത് നമ്മുടെ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും ഇത് ഏറെ കൂടവൃക്ഷമായി കടന്നു വരുന്ന ഈ കാലയളവുകളിൽ നാം ഓരോരുത്തരുമായിട്ട് യുവതലമുറ ഇതിനെതിരെ ശക്തമായിട്ട് ഉണർന്നെഴുന്നേറ്റ് മറ്റുള്ളവർ നല്ല പ്രബോധനത്തെ ഇന്ന് മൊബൈലിലൂടെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള മ്ലേച്ഛമായ ചിത്രങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മ്ലേച്ഛമായ ചിത്രങ്ങളെ പകർത്തുവാനായിട്ട് വെമ്പൽ കൊള്ളുന്നതായ ആളുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ കലാലയങ്ങളിൽ മദ്യവും മയക്കുമരുന്നും യഥേഷ്ടമായിട്ട് ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് യുവതലമുറയാണ് ഏറ്റവും കൂടുതൽ മദ്യവും മയക്കുമരുന്നും ഒഴുക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന നല്ലൊരു മാനദണ്ഡമല്ല. അത് ഇന്ന് ജനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയെല്ലാം നമ്മൾ ശക്തമായിട്ട് പോരാടേണ്ടത് ഈ കാലയളവിന്റെ പ്രവർത്തനത്തെ ഏറ്റവും കാര്യക്ഷമമായ വസ്തുതയാണ്.